ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയ കിടുക്കനായിട്ടുള്ള ഒരു കോക്ടെയിൽ പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കണ്ണൂർക്കാരുടെ ആ ഒരു കോക്ടെയിലിന്റെ അതേ ടേസ്റ്റ് വരുന്ന ഒരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും പെരുന്നാളിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് 2 ക്യാരറ്റ് ആണ് കേട്ടോ വേണ്ട. ഒരുപാട് വലുപ്പമുള്ള ക്യാരറ്റ് അല്ല, മീഡിയം സൈസുള്ള ക്യാരറ്റ് ആണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-12 ഉണ്ടാവും, രണ്ടും സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 5-6 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇത് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 2-3 വിസിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ഞാൻ 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചൈന ഗ്രാസ് ചേർക്കുന്നതുകൊണ്ടാണ് നമുക്കത് ഈസി ആയിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ചൈന ഗ്രാസ് ചെറുതായിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിൽക്കൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊരു 15 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടച്ച് മാറ്റി വെക്കുക, നന്നായിട്ട് സോക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ക്യാരറ്റൊക്കെ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോകുന്ന സമയത്ത് നമുക്ക് ബദാമിൻ്റെ തൊലി ഒന്ന് കളഞ്ഞു കൊടുക്കാം. നമ്മൾ അടിക്കുന്ന സമയത്ത് ആ തൊലി ഉണ്ടെങ്കിൽ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ തൊലി ഒന്ന് കളഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ കണ്ണൂർക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു കണ്ണൂർ കോക്ടെയിലിൻ്റെ ഓൾമോസ്റ്റ് ആ ടേസ്റ്റ് തന്നെയാണ് നമുക്കിത് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് ഇതൊന്ന് മാറ്റി അങ്ങ് വെക്കണം. അപ്പം ഞാനിത് നമ്മുടെ ചൈന ഗ്രാസ് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതെന്ന് വെച്ചാൽ 2 അടുപ്പിലായിട്ട് പാലും ചൈന ഗ്രാസും ഒരുമിച്ച് വേണം നമ്മൾ വെക്കാൻ. ഞാൻ കാണിക്കുമ്പോൾ രണ്ടും വേറെ വേറെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ചൈന ഗ്രാസ് വെക്കുന്ന അതേ സമയം തന്നെ ഒരു 1/2 ലിറ്റർ പാല് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അത് തിളയ്ക്കുന്നതിന് മുമ്പ് വേണം നമ്മൾ ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാലിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതേ സമയം ലോ ഫ്ലെയിമിൽ ചൈന ഗ്രാസും അവിടെ മറ്റേ അടുപ്പിൽ ഉണ്ടാവണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ചൈന ഗ്രാസ് ചേർക്കുന്നത് തിളക്കുന്നതിന് തൊട്ട് മുമ്പാണ്. തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കും ചൈന ഗ്രാസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചേർക്കുമ്പോൾ ചൈന ഗ്രാസും അതുപോലെ തന്നെ പാലും ഒരേ ചൂടിലിരിക്കണം. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞത് ചൈന ഗ്രാസ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിച്ചെടുക്കരുത്. പെട്ടെന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വേഗം തന്നെ തീ ഓഫ് ചെയ്യുക. കാരണം തിളപ്പിച്ചെടുക്കണ്ട, ചിലപ്പോൾ പിരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി തീ അങ്ങ് ഓഫ് ചെയ്യാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളും. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, അത് അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചൂടോടെ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, കാരണം പെട്ടെന്ന് ഇത് കട്ടയായി പോവും. അപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏതാ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ബദാമും അണ്ടിപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. പിസ്ത ഉണ്ടെങ്കിൽ പിസ്തയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് പകരം വേണമെങ്കിൽ അനാറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മിൽക്ക് മെയ്ഡ് ആണ്. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂൺ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അസാധ്യ ടേസ്റ്റ് ആവും കേട്ടോ. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലാന്നാണെങ്കിൽ പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ കൂട്ടി ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിൽ എന്തെങ്കിലും ഒരു ട്രേയിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഞാനിവിടെ 2 ട്രേയിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം ഉണ്ടാവും നമ്മളിത് ചെയ്ത് വരുന്ന സമയത്ത്. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ ഞാൻ വേറൊരു ട്രേയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ക്ലിൻ റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഒരു 4 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലല്ല കേട്ടോ, താഴെ വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിതെടുത്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാം. ഇപ്പം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നടുക്ക് ഞാൻ കുറച്ച് എന്താ പറയുക, നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടല്ലോ, അത് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള പുഡിംഗ് ആണ്. നമുക്ക് കുട്ടീസിനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം എന്തായാലും ഗസ്റ്റ് ഒന്നും വരാനില്ല ഈ പെരുന്നാളിന്. അപ്പം നമുക്ക് തന്നെ വീട്ടിലുള്ളവർക്കൊക്കെ ചുമ്മാ കട്ട് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.